തളിക്കുളം അന്തിക്കാട് ചാഴൂർ കുടിവെള്ള പദ്ധതി പുരോഗതി വിലയിരുത്താൻ അടിയന്തര അവലോകന യോഗം ചേർന്നു. നാട്ടി നിയോജക മണ്ഡലത്തിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുക തളിക്കുളം അന്തിക്കാട് ചാഴൂർ സംയുക്ത കുടിവെള്ള പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി അടിയന്തര അവലോകന യോഗം ചേർന്നു. നാട്ടിക MLA ഗീതാഗോപിയുടെ അധ്യക്ഷതയിൽ ചാഴൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്ന ഈ പദ്ധതിയുടെ നിലവിലെ അവസ്ഥയിൽ തുടർ നടപടികളും യോഗം വിശദമായി ചർച്ച ചെയ്തു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങളും അറിയിപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. കേരള വാട്ടർ അതോറിറ്റി PH ഡിവിഷൻ ഇരിഞ്ഞാലക്കുട, പ്രൊജക്ട് ഡിവിഷൻ നാട്ടിക, പൊതുമരാമത്ത് എന്നിവയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കമാൻഡോ മുഖത്ത് പുതുതായി പണിയുന്ന ഷട്ടറും അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂടി സ്ഥലം സന്ദർശിച്ചു. വളരെ ഫലപ്രദമായിട്ടുള്ളൊരു യോഗം ഗീതാഗോപി MLA വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ചർച്ചകൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു വലിയ സംഘമാണ് ഇന്ന് ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഒരു 2 ആഴ്ചയ്ക്കകം പൂർണ്ണ തോതിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും. പുതിയ ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. നേരിട്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും പ്രദേശത്തെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബഹുമാന്യയായ നാട്ടിക MLA ഗീതാഗോപിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്താത്ത വിധത്തിൽ ചണ്ടിയും കുളവാഴകളും നീക്കി വെള്ളത്തിന് കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്രമീകരണം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നാട്ടിക MLAയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്.